ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അതൂസ് റിതം ഓഫ് ലൈഫ്. ഞാൻ അതുല്യ വിജിത്ത്. നമ്മൾ ഇന്ന് DIY ബ്യൂട്ടി കോർണറിൽ ഒരു വീഡിയോ ആയിട്ടാട്ടോ വന്നേക്കുന്നത്. വേറൊന്നുമല്ല, ആദ്യം കാണിച്ചു തരാം എന്താണ്. നല്ല രസമുണ്ടല്ലേ? നല്ല കുഞ്ഞു ടിന്നിലിരിക്കുന്ന ചുവന്ന സുന്ദരിക്കുട്ടികളാണ്. എന്താ സംഭവം എന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. നമ്മുടെ ലിബാമാണ്. ലിബാം എന്ന് വെച്ചാൽ ടിൻറ്റഡ് ആയിട്ടുള്ള ലിബാമാണ്. ഒരു മെജന്ത പിങ്ക് ഷെയ്ഡിലുള്ള ടിൻറ്റഡ് ആയിട്ടുള്ള ലിബാമാണ്. നമ്മൾ ഇതിന് മുന്നേ ടിൻറ്റഡ് അല്ലാത്ത ലിബാമിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ഞാനിവിടെ ലിങ്ക് കൊടുക്കാം, ഒന്ന് കണ്ടു നോക്കിക്കോളൂ കേട്ടോ. ഫസ്റ്റ് പറയുന്നതിന് മുന്നേ ഞാനൊന്ന് അപ്ലൈ ചെയ്ത് കാണിക്കാം കേട്ടോ. ഇതിൻ്റെ ടിൻറ്റ് എങ്ങനെയുണ്ടെന്ന് ഒന്ന് കാണിച്ചു തരാം. കണ്ടോ, ഇപ്പം ചെറിയൊരു ലിപ്സ്റ്റിക് ഇട്ട ഒരു ഫീലില്ലേ? ഇനിയിപ്പോൾ ലിപ്സ്റ്റിക് ഇടണം എന്നില്ലല്ലോ. നമ്മളിതിൽ കളർ മാത്രമല്ല ചേർത്തേക്കുന്നത്. നമ്മൾ ലിബാമിനെ നമ്മൾ ഇതിന് മുന്നേ കാണിച്ച വീഡിയോയിലുണ്ട്. അതേപോലെ തന്നെ ഇതിൽ ആൽമണ്ട് ഓയിൽ, കാസ്റ്റർ ഓയിൽ, ഒലിവ് ഓയിൽ പ്ലസ് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂള്, പിന്നെ നമ്മുടെ ബീട്രൂട്ട്, വേമ്പാല ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ ഒരു ലൈറ്റ് ആയിട്ട് ലിപ് സേഫ് കളേഴ്സാണ്. അത് ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ ലിബാം ഉണ്ടാക്കുമ്പോൾ ഒന്നെങ്കിൽ കളറിന് വേണ്ടി ഫുഡ് കളറോ എന്തെങ്കിലും കളേഴ്സ് ആഡ് ചെയ്യാം എന്നുള്ള ധാരണ പാടില്ല. ലിപ് സേഫ് കളേഴ്സ് തന്നെ നമ്മൾ യൂസ് ചെയ്യണം. അത് കോസ്മെറ്റിക് ഗ്രേഡിലുള്ളത് തന്നെ, എങ്കിലും നമുക്ക് ബെനിഫിറ്റ്സ് കിട്ടുള്ളൂ. ഈ കളേഴ്സ് നമ്മൾ ഒരുപാട് ക്വാണ്ടിറ്റി അല്ല ചേർക്കുന്നത്, വളരെ മൈന്യൂട്ട് ക്വാണ്ടിറ്റിയിലാണ് ചേർക്കുന്നത്. അതായത് ഇപ്പോൾ ഈ കാണിച്ച ഒരു 5 ഗ്രാമിൻ്റെ ലിബാമിലൊക്കെ എന്ന് പറയുന്നത് വളരെ 0.25% ഗ്രാമോ അടുത്തൊക്കെ വരുള്ളൂ. അതിന് വേമ്പാലപ്പട്ടയായാലും നമ്മുടെ ബീട്രൂട്ട് ആയാലും ചുണ്ട് നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യും, ലൈറ്റൻ ചെയ്യും, പിഗ്മെന്റേഷൻ കുറയ്ക്കുകയൊക്കെ ചെയ്യുന്നതാണ് ഇതിൽ ആഡ് ചെയ്തിരിക്കുന്ന എല്ലാ സംഭവങ്ങളും. അപ്പോൾ അതുകൊണ്ട് തന്നെ ചുണ്ടിന് ഒത്തിരി ബെനിഫിറ്റുള്ള കാര്യങ്ങളാണ്. പ്ലസ് നമുക്ക് ലിപ്സ്റ്റിക്കിൻ്റെ എഫക്റ്റ് കൂടെ കിട്ടുന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യമല്ലേ. അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് നേരെ വീഡിയോയിലേക്ക് പോകാം. ലെറ്റ്സ് മൂവ് ടു ദ വീഡിയോ. ആദ്യം തന്നെ ഞാൻ നമ്മുടെ ലിബാമിന് വേണ്ട ഇൻഗ്രീഡിയൻസ് പറയാം. ഞാൻ എടുത്തേക്കുന്ന ക്വാണ്ടിറ്റി വെച്ചിട്ടാട്ടോ പറയുന്നത്. ബീസ് വാക്സ് ആണ് 25 ഗ്രാം ഉണ്ട്. പിന്നെ ഇത് ഷിയ ബട്ടറും കൊക്കോ ബട്ടറും 25 ഗ്രാം ഇതാണ് എടുത്തേക്കുന്നത്, രണ്ടും കൂടി 50 ഗ്രാം ഉണ്ട്. നെക്സ്റ്റ് ഇത് കാസ്റ്റർ ഓയിലാണ്, നമ്മുടെ ആവണക്കെണ്ണയില്ലേ, അതൊരു 25 ഗ്രാം ഉണ്ട്. പിന്നെ ഇത് ബീട്രൂട്ട് ഓയിലാണ് 15 ഗ്രാം. ബീട്രൂട്ടിൻ്റെ ഓയിലാണ് കേട്ടോ. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. നെക്സ്റ്റ് ഇത് നമ്മുടെ വേമ്പാടപ്പട്ട ഇല്ലെങ്കിൽ ആൽക്കനട്ട് റൂട്ടിൻ്റെ ഓയിലാണ് 10 ഗ്രാം. വേമ്പാലപ്പട്ട ഇൻഫ്യൂസ് ചെയ്തേക്കുന്ന ഓയിലാണ്. ഇതെങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത് ഞാൻ ഇതിന് മുന്നത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. എല്ലാത്തിലും കാണിച്ച ലെങ്ത് കൂട്ടുണ്ടല്ലോ. അതിൻ്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്തേക്കാം. പിന്നെ അതുകൂടാതെ റിലേറ്റഡ് വീഡിയോയിൽ ഇട്ടേക്കാം. നമുക്ക് ലാസ്റ്റ് വേണ്ടത് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂള്, ലിപ് സേഫ് കളേഴ്സും ഫ്രാഗ്രൻസ് ഓയിലുമാണ്. ഫസ്റ്റ് നമുക്ക് ബീട്രൂട്ട് ഓയിൽ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിന് ആദ്യം തന്നെ ഒരു പാനിലേക്ക് ഒരു 15 ml വീതം ആൽമണ്ട് ഓയിൽ, സ്വീറ്റ് ആൽമണ്ട് ഓയിലാട്ടോ ഞാൻ ഉപയോഗിക്കുന്നത്. സ്വീറ്റ് ആൽമണ്ട് ഓയിലും നമ്മുടെ ഒലിവ് ഓയിലും ചേർത്ത് കൊടുക്കുക. അതിലേക്ക് നമ്മുടെ ബീട്രൂട്ടിൻ്റെ ജ്യൂസ്, നമ്മൾ ബീട്രൂട്ട് ജ്യൂസ് അടിക്കുന്നത് അറിയാമല്ലോ, വെള്ളം ഒട്ടും ചേർക്കാണ്ട് അരിഞ്ഞിട്ട് നന്നായിട്ട് ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ എണ്ണ കാച്ചുന്ന പോലെ എണ്ണ കാച്ചെടുക്കുക. അത് എണ്ണ തെളിയുന്നവരെ ആക്കി എടുക്കുക. ഇതിന് മുന്നത്തെ വീഡിയോയിലെന്ന് വെച്ചാൽ നമ്മൾ ജ്യൂസ് എടുത്തിട്ട് മാക്സിമം വെള്ളം വറ്റിച്ചിട്ട് അങ്ങനെ എടുത്തേക്കുന്ന, ഫുള്ള് ഓയിലാക്കിയിട്ടില്ല. ഇത് ഞാൻ ഓയിലാക്കിയിട്ടാണ് എടുത്തേക്കുന്നത്. കണ്ടോ, നല്ലൊരു ഗോൾഡൻ ഷെയ്ഡിലാണ് നമുക്ക് ആ എണ്ണ കിട്ടിയേക്കുന്നത്. നല്ല സ്മെല്ലും കേട്ടോ. ഇനി അടുത്തതായിട്ട് നമ്മൾ മുന്നേ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഒരു ഗ്ലാസ് ബീക്കറിലേക്കോ ജാറിലേക്കോ എന്തിലേക്കെങ്കിലും എടുക്കുക. അതിനാദ്യം തന്നെ നമ്മുടെ ബീസ് വാക്സ് 25 ഗ്രാം എടുത്തു. പിന്നെ നമ്മുടെ ഷിയ ബട്ടറും കൊക്കോ ബട്ടറും കൂടി ടോട്ടൽ 50 ഗ്രാം ഉള്ളത് ആഡ് ചെയ്ത് കൊടുത്തു. നമ്മുടെ കാസ്റ്റർ ഓയിൽ ആഡ് ചെയ്തു 25 ഗ്രാം. അടുത്ത് നമ്മുടെ ബീട്രൂട്ട് ഓയിലാണ് 15 ഗ്രാം ആഡ് ചെയ്ത് കൊടുത്തു. ഈ ബീട്രൂട്ട് ഓയിൽ ഒത്തിരി നല്ല ചുണ്ടിൻ്റെ ഡ്രൈനസ് മാറാനും നമ്മുടെ പിഗ്മെന്റേഷൻ മാറാനും ലൈറ്റൻ ചെയ്യാനൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഷെൽഫ് ലൈഫും കൂടുതലായിരിക്കും. അടുത്തത് നമ്മുടെ വേമ്പാലപ്പട്ടയുടെ ഓയിലാണ്. വേമ്പാലപ്പട്ട ഇതേപോലെ ഒത്തിരി ബെനിഫിറ്റ് ഉള്ളതാണ്. സ്കിന്നിനും ചുണ്ടിനും ഒക്കെ ഒരേപോലെ ഒത്തിരി ബെനിഫിറ്റ് ഉള്ള സാധനമാണ്. നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ മെൽറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ചരുവത്തിൽ ഇതേപോലെ വെള്ളം ചൂടാക്കുക. ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വഴിയാണ് നമ്മളിത് മെൽറ്റ് ചെയ്യിച്ചെടുക്കേണ്ടത്. ഡയറക്റ്റ് ചൂടാക്കാൻ പാടില്ല. കംപ്ലീറ്റ് മെൽറ്റ് ആകുന്നവരെ വെച്ച് കൊടുക്കുക. ഇടയ്ക്ക് ഇളക്കി നോക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും. പിന്നെ ലൈറ്റ് ആയിട്ടൊരു ടിൻറ്റ് വന്നിട്ടുണ്ട്. നമ്മുടെ വേമ്പാലപ്പട്ടയുടെ ഒരു ടിൻറ്റാണ്. നമ്മൾ വാട്ടർ ബാത്തിൽ നിന്ന് എടുത്തതിന് ശേഷം വേണം നമ്മളിനി വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് 3 പിന്നെ നമ്മുടെ ലിപ് സേഫ് കളറാണ്. ഇത് ലിപ് സേഫ് കളർ തന്നെ വാങ്ങണം കേട്ടോ. നോർമൽ ഫുഡ് കളർ, വേറെ കളേഴ്സ് ഒന്നും യൂസ് ചെയ്യരുത്. കോസ്മെറ്റിക് ഗ്രേഡിലുള്ള കളേഴ്സ് തന്നെ യൂസ് ചെയ്യണം. ശേഷം 4 to 5 ഡ്രോപ്സ് നമ്മുടെ ഫ്രാഗ്രൻസ് ഓയിൽ, ഞാൻ റോസിൻ്റെ ഫ്രാഗ്രൻസ് ഓയിലാണ്. ഇതും ലിപ് ബാമിന് വേണ്ടിയിട്ടില്ലെങ്കിൽ ലിപ്സ്റ്റിക്കിൻ്റെ വേണ്ടിയിട്ടുള്ള ഫ്രാഗ്രൻസ് ഓയിൽ തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. ഫസ്റ്റ് സെറ്റ് ഫില്ല് ചെയ്തപ്പോഴത്തേക്ക് വീഡിയോ ഓൺ ചെയ്യാനായിട്ട് മറന്നുപോയി. അതുകൊണ്ട് ലാസ്റ്റ് കുറച്ച് മാത്രമേ വീഡിയോ എടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ലിപ് ബാമിൻ്റെ ഫൈനൽ ലുക്ക്. ഞാൻ ഇതേപോലെ ഒരു 4 ബുള്ളറ്റ്സ് ആക്കിയിട്ടുണ്ട്. ബാക്കി ഇതേപോലെയുള്ള നമ്മുടെ ചെറിയ കണ്ടെയ്നേഴ്സിലുമാണ് ആക്കിയേക്കുന്നത്. നല്ലൊരു അടിപൊളി മജന്ത പിങ്ക് ടിൻറ്റഡ് ആയിട്ടുള്ള ലിപ് ബാം ആട്ടോ. കണ്ടോ, നല്ല കളറില്ലേ കാണാനായിട്ട് നല്ല രസമാണ്. ചുണ്ടിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഇത്രയും ഡാർക്കൊന്നും ഇല്ല, കുറച്ചൊരു ഒരുപാട് ഡാർക്ക് അല്ലാണ്ട് ഒരു നോർമൽ ഷെയ്ഡാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ടിൻറ്റൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം, കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ. ഇത് ഞാനൊരു മീഡിയം ആയിട്ടാണ് ആഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ലിപ്സ്റ്റിക് എപ്പോഴും ഇടേണ്ട ആവശ്യവും വരുന്നില്ല, എങ്കിലും നമുക്ക് ആ ഒരു എഫക്റ്റും കിട്ടും. നമ്മുടെ ലിപ് ബാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സജഷൻസ് ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. മറ്റൊരു അടിപൊളി വീഡിയോയുമായി ഉടനെ കാണാമെന്ന പ്രതീക്ഷയോടെ തൽക്കാലത്തേക്ക് വിടാം.